സയനൈഡിൻ്റെ സ്മെൽ ഡിറ്റക്ട് ചെയ്യാനുള്ള എബിലിറ്റി നമ്മുടെ ജനറൽ പോപ്പുലേഷനിൽ ഒരു 30% ആൾക്കാർക്കേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 1-2 പേർക്ക് ആ എബിലിറ്റി ഉണ്ടാവുള്ളൂ. അതൊരു ആൽമണ്ട് വറുത്ത മാതിരി ഒരു മണമാണ്. ഈ കൊടുത്തായ കേസിൽ വർക്ക് ചെയ്ത ഫോറൻസിക് സർജൻ അവരുടെ നോട്ട്സിൽ എഴുതിയതായി ഞാൻ വായിച്ചിട്ടുണ്ട്. ആ കേസ് ചെയ്ത എൻ്റെ മാഡം ആയിരുന്നു. അന്നത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ജീവൻ വന്നിട്ട് പോവാം. ഇല്ല, സ്കൂട്ടർ ഉണ്ട്. ഇനി ഇങ്ങോട്ട് ഇല്ലാത്ത ഡൗട്ട്സ് ഉണ്ടാക്കി വരണം എന്നില്ല കേട്ടോ. ചുമ്മാ ഇങ്ങനെ കയറിപ്പോയി. ശരി. ചീറ്റിപ്പോയല്ലേ? വിട്ടോ? എങ്ങോട്ടാ? ഫുഡ് അടിക്കാം. തട്ടുകടയിലുണ്ട്, നേരെ വിട്ടോ. അമ്മച്ചി നിന്നെ റോസ്റ്റ് ചെയ്തല്ലേ? എടാ, ഒരു പരിചയമില്ലാത്ത നിന്റെ അമ്മച്ചി എന്നെ കൊണ്ട് അയവാൻ്റെ മൂത്രം തുടപ്പിച്ച് ട്രൗസർ മാറ്റിപ്പിച്ച് കരിയർ ഗൈഡൻസ് ക്ലാസ് വരുന്നത്. ഇക്കണക്കിന് എങ്ങാനും തന്നെ ഞാൻ കെട്ടിയിരുന്നെങ്കിലോ. അവിടെ അമ്മച്ചൊക്കെ ഇപ്പം അങ്ങ് പോവും. നാട്ടിൽ കൃഷിയൊക്കെ ഉള്ള. അതെ, നമുക്ക് നമ്മുടെ കാര്യം അങ്ങ് അവതരിപ്പിച്ചാലോ? എന്തിന്? എന്നെ ഞാൻ കുറച്ചാളൊന്ന് ഒബ്സർവ് ചെയ്യട്ടെ, എന്നിട്ട് മതി. മതി, തിരക്കില്ല. പക്ഷെ മര്യാദക്കൊരു ട്രിപ്പ് പോകണമെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ട നാടല്ലേ ഇത്? അതുകൊണ്ട് പറഞ്ഞ കല്യാണം കഴിച്ചാ പിന്നെ എന്തു ആവാലോ. നിനക്ക് കല്യാണം കഴിക്കണോ അതോ ട്രിപ്പ് പോകണോ? ഇപ്പൊ ട്രിപ്പ് പോയാൽ മതി. കല്യാണം പിന്നെ ഒബ്സർവ് ഒക്കെ ചെയ്തിട്ട് മതി, തിരക്കില്ല. അയ്യാടാ, ചേച്ചിയുടെ അമ്മച്ചനും കണ്ണി പൊടിയിടാൻ ഒരു വഴിയുണ്ട്. എനിക്ക് എന്തായാലും ഈ വീക്കെൻഡ് വാഗൺ പോണ ലൊക്കേഷൻ നോക്കാൻ. അപ്പൊ കൂടെ പോരെ? നമ്മൾ രണ്ടുപേരും മാത്രം? അയ്യോടാ, എൻ്റെ DOP ഉണ്ടാവും കൂടെ. ഞാൻ ഇല്ല, നിങ്ങളെ നോക്കോ. DOPയുടെ ഗേൾഫ്രണ്ടിനോടും കൂടെ വരാൻ പറയാം. എന്തൊരു ശരി. അല്ല, അതിന് തനിക്ക് പ്രൊഡ്യൂസറൊക്കെ ആവണ്ടേ? അതിന് നല്ലൊരു സംവിധായക ആദ്യം വേണ്ടത് പ്രൊഡ്യൂസർ അല്ല, പിന്നെ നല്ല ലൊക്കേഷനും ക്രിയേറ്റിവിറ്റിയാണ്. ഓഹോ ഓഹോ, അങ്ങനെയാണല്ലേ? ആഹാ. ത്രില്ലർ പടം തന്നെ എടുക്കാൻ പോകുന്നത്? അതെ. പിന്നെ എന്താ അവിഞ്ഞ ചിരിയൊക്കെ മോത്ത്. പോട്ടെ. ടാറ്റാ. ശരി, ബൈ. പണി പാടില്ല. കോപ്സിനെ ഡീൽ ചെയ്യാൻ അറിയില്ലേ? പിന്നല്ല, ഇപ്പൊ കാണിച്ചു തരാം. MP பிள்ளையானாலும் MLA பிள்ளையானாலும் 6 மணிக்கு மேலே காட்டுக்குள்ளே அனுப்ப முடியாது. ஏன் வேலை பண்ணாலும் பரவாயில்ல. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? സ്റ്റേ അടിക്കേണ്ടി വരും. ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഇവിടെ ഹോസ്റ്റലാണ്. എനിക്കും പ്രശ്നമില്ല. ഓ, അപ്പൊ എനിക്കാണ് പ്രശ്നം. പുലി ഇറങ്ങിയ അമ്മച്ചി, പുലി അല്ലല്ല, ആന ആന. അയ്യേ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ ഹോട്ടലാന്നേ. ഓ ആയിക്കോട്ടെ. ഓ എൻ്റെ അമ്മോ, നിന്നെ ഒന്ന് സൂക്ഷിച്ചോളാൻ അമ്മച്ചി പറഞ്ഞേ. ഇപ്പോഴത്തെ കാലാവസ്ഥ ആയതുകൊണ്ട് ഞാൻ ചുമ്മാ ചോദിക്കുന്നേ ഉള്ളൂ. ഇൻ കേസ് നമ്മുടെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ തടയാൻ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? എനിക്ക് ഈ കാലാവസ്ഥ വ്യതിയാനം മുൻകൂട്ടി കാണാനുള്ളൊരു പ്രത്യേക കഴിവുണ്ട്.
ഇതൊരു മെയിൻ സബ്ജക്റ്റ് ആയിട്ട് വരും. സ്വിച്ച് ഇട്ടില്ല. യോ സ്വിച്ച് ഇട്ടാലേ കൗണ്ട് പറയും. അതിന് നിനക്കെന്തിനാ കൗണ്ട്? ശരിയാണല്ലോ. അപ്പൊ ഇനി മുതലേ സ്വിച്ച് ആക്കാം. സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറഞ്ഞിട്ട് മാത്തിന് പോലും മനസ്സിലായില്ല. അപ്പോഴല്ലേ ഈ 60 കഴിഞ്ഞ് റീത്താമയ്ക്ക്. എന്റെ കണ്ണിന് കുറച്ച് കുഴപ്പമുണ്ടെന്നേ ഉള്ളൂ. എന്റെ മുന്നിൽ നിന്ന് എന്ത് തോന്നിയ ദിവസം കാണിക്കാവുന്നായോ? അമ്മച്ചി അതിന് മാത്രം ഞങ്ങളൊന്നും മിണ്ടിപ്പോകരുത്. എനിക്ക് ആൾക്കാരെ തിരിച്ചറിയാനേ ഉള്ളൂ ബുദ്ധിമുട്ട്. അവരെന്ത് ചെയ്യായിരുന്നു മനസ്സിലാക്കാനൊക്കെ നിന്റെ അപ്പന്റെ കൂടെ കുറച്ചു കാലം കഴിഞ്ഞവളാ ഞാൻ. ഞാനിനി വഴിക്കില്ലട്ടോ. നിനക്ക് എത്ര വയസ്സായി? ഈ സെപ്റ്റംബറിൽ 32. പെറ്റതള്ളെ വയസ്സ് ഓർമ്മിപ്പിക്കുന്നോടാ. കൊച്ചെ നിനക്ക് എത്ര വയസ്സായിരുന്നു? 25. നിന്റെ തന്തേ തള്ളെ വിളിച്ചൊന്ന് പറഞ്ഞേരെ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇനി നാട്ടുകാരെ കൂടെ കാണിക്കാനാണോ ബാൽക്കണി പോയി നിൽക്കുന്നത്? ഇല്ല ഇല്ല ഇല്ല. എന്താ കല്യാണം അതൊന്നും നടക്കൂല. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ പിന്നെ 1 ഇയർ എങ്കിലും എനിക്ക് ടൈം വേണമെന്ന്. ഇതിപ്പം എൻ്റെ പടത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. ആദ്യത്തെ പടമാണ്, അതൊരു നിലയ്ക്ക് എത്തിക്കാണ്ട് ഇതൊന്നും ശരിയാവില്ല. ഓക്കെ, നിന്റെ ആദ്യത്തെ പടം അതെല്ലാം ശരിയായാല് എല്ലാ പണിയും തീരാൻ എത്ര സമയം വേണം? മിനിമം 2 ഇയർ എങ്കിലും എടുക്കും. അതെല്ലാം ഓക്കെ ആയാല് 2 വർഷം കൊണ്ട് അമ്മച്ചി എന്നെ വേറെ ആരെങ്കിലും കൊണ്ട് കെട്ടിച്ചുവിടും. എന്നാ നീ വേറെ പോയി കെട്ട്. അതല്ല ജീവ, ഇപ്പം കല്യാണം കഴിഞ്ഞതെല്ലാം മാറും. ഇപ്പം നിന്നെ എന്നെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. കല്യാണം കഴിഞ്ഞാൽ നിന്റെ ബന്ധുക്കള് എൻ്റെ ബന്ധുക്കള് മൊത്തം ശല്യമായിരിക്കും. എൻ്റെ പണിയൊന്നും നടക്കൂല. എടോ, തനിക്ക് എന്നെ ഇഷ്ടമാണോ? ആ, നമ്മൾ പരിചയപ്പെട്ടിട്ട് അധികാലമായില്ല എന്നുള്ളൊരു പ്രശ്നമാണോ? അല്ല. ഒബ്സർവേഷൻ പീരീഡിൽ എൻ്റെ പെർഫോമൻസ് മോശമായിരുന്നോ? അല്ല. ഈ സമയത്ത് എപ്പോഴെങ്കിലും ഞാൻ വർക്കിനിടയിൽ നിന്നെ ശല്യപ്പെടുത്തുകയോ വെറുപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പം നമ്മൾ വൈകുന്നേരം കുറച്ച് സമയം കാണുന്നു, സംസാരിക്കുന്നു, അവനവൻ്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നു. ഇനിയിപ്പോൾ കല്യാണം കഴിച്ചാലും ഞാൻ മാറാൻ പോകുന്നില്ല, നീ ഒരിക്കലും മാറാൻ പോകുന്നില്ല. പിന്നെ ഇത് കുടുംബക്കാരുടെ വായടപ്പിക്കാൻ വേണ്ടി മാത്രം, അത്രേ ഉള്ളൂ. ನೀನು ನನ್ನನ್ನು ಮದುವೆ ಆಗ್ತಾರ? എന്ത്? Will you marry me, please? നമ്മൾ രണ്ടാൾ മാത്രമുള്ള നമ്മുടെ ചെറിയൊരു സ്പേസ്, അവിടെ നിന്നെ ശല്യം ചെയ്യാൻ ആരും വരില്ല. പോരെ? വേറെ പോന്നും കിട്ടില്ല. ഒരു വെറൈറ്റി.